മുടിയൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജ്യൂസസ് അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. നമ്പർ 1 ആണ് നെല്ലിക്കയുടെ ജ്യൂസ്. നെല്ലിക്കയുടെ ജ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഹെയർ തിന്നിങ് ഉള്ളവർക്ക് തിക്നെസ് ആവാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്പർ 2 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് പ്ലസ് ബീട്രൂട്ട് ജ്യൂസ്. ഇതെന്ന് വെച്ചാൽ ധാരാളം അയൺ ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് സ്പിനാച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോളേറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്ട്രോങ്നെസ് കിട്ടാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുക്കുംബർ ജ്യൂസ്. അതായത് സ്കാൽപ്പ് ഭയങ്കര ഡ്രൈനെസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നവർക്ക്, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അലോവേറ ജെല്ലിൻ്റെ ജ്യൂസ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഗട്ട് നല്ല രീതിയിൽ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ മുടിയൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ ജ്യൂസസ് എല്ലാം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.